ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അടിപൊളി കുക്കിംഗ് വീഡിയോ കേട്ടോ. നിങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ വീഡിയോ കാണണം. എന്നാലും നമ്മളാള് കൊള്ളാല്ലേ. നമ്മൾ കുക്കിങ്ങിനകത്ത് നമ്മളെ ആരും പുറകോട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് തട്ടിക്കുട്ടി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നല്ലേ. അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം. ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂട്ടി നമ്മൾ അടിപൊളിയാക്കും കേട്ടല്ലോ. അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം. മേരാ കറി ബഹുത്ത് അച്ചാഹേ എന്നാണ് ഇന്നത്തെ കറി. അതെന്താ ബഹുത്ത് അച്ചാഹേ എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഹായ് ഒക്കെ പറയേണ്ടവർക്ക് ഞാൻ ഇടയ്ക്കാ പറഞ്ഞേക്കുന്നത്, അങ്ങനെ കൊള്ളത്തില്ലല്ലോ. എൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടിട്ട് ഹായ് മാത്രം കേട്ടിട്ട് എല്ലാവരും മുങ്ങിക്കളയും. അപ്പോഴെനിക്ക് ബുദ്ധി ഉദിച്ചത്, അയ്യോ ഞാനെന്നാ വിട്ടിയാ, ഇൻട്രൊഡക്ഷന്റെ സമയത്ത് ഞാനല്ലാണ്ട് ആരെങ്കിലും ഹായ് പറയുമോന്ന്. എൻ്റെ ചക്കര തരുണിമകൾ എല്ലാവരും ഹായ് പറയാൻ പറഞ്ഞിരിക്കുന്നവർക്കെല്ലാം ഇടയ്ക്കിടയ്ക്കിടയ്ക്കിന് ഹായ് പറഞ്ഞിട്ടുണ്ട്. എവിടാന്ന് നോക്കിക്കോണം. ഈ പറഞ്ഞവർക്ക് ഹായ് പറഞ്ഞവർ വീണ്ടും കമന്റ് ഇട്ടാ എനിക്കറിയാം വീഡിയോ കണ്ടിട്ടില്ല എന്ന്. പറഞ്ഞ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടകലർത്തിയാണ് ഹായ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴാണ് എൻ്റെ ബോധം ഉദിച്ചത്. കാരണം തുടക്കത്തിൽ ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ഹായ് കേട്ടിട്ട് ഒറ്റ ഓട്ടം ഓടും. അതുകൊണ്ട് അങ്ങനെ വേണ്ട നമ്മുടെ അടുത്ത് കളി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് പ്രത്യേകമായിട്ട് എല്ലാവരും കാണുക. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പൊ രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം എന്നാന്നറിയാം, ഇന്ന് കുക്കിംഗ് വീഡിയോസാ. അല്ലെ തന്നെ കുളിക്കാറുണ്ട് കേട്ടോ, ചുമ്മാ പറഞ്ഞതാ. കുളിക്കും, എന്നും രാവിലെ കുളിക്കും. അപ്പൊ രാവിലെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്നാന്നറിയാം, ഇതേ നമ്മുടെ പേര് മാറാത്ത ഒരു കുട്ടകം എടുത്തങ്ങോട്ട് വെച്ചു. അപ്പൊ ഏകദേശം ഊഹിക്കാലോ ഇഡലിയാന്നുള്ളത്. ആ പേര് കാണും പ്രസവിച്ചു പോവോന്നോർത്ത് മേളിലൊരു ദോശക്കല്ലിനെ എടുത്തങ്ങോട്ട് അമക്കി വെച്ചു. കാരണം ഇതിനിടവഴി എങ്ങാണ് അവള് പ്രസവിച്ചു പോയെങ്കിലേ, അതുകൊണ്ട് അതിനെ അങ്ങെടുത്ത് വെച്ചു. അപ്പൊ നമുക്കിന്ന് ഏകദേശം അറിയാൻ ഇഡലിയാണ്. സൂര്യഭഗവാൻ കണ്ടോ മേത്തോട്ട് നോക്കിക്കേ, എത്ര മനോഹരമായി ഉദിച്ചതല്ലേ സൂര്യൻ. അസ്തമിച്ചതല്ലല്ലോ, ഉദിച്ചതാ. ഉദിച്ചു വന്ന് എന്നെ തന്നെ തഴുകി ഇങ്ങനെ പോവാണ് ഇവിടെ നിന്നിട്ട്. നോക്കിക്കേ, ആ സൂര്യഭഗവാനെ നല്ല രാവിലെ തൊഴുന്ന നല്ലതാട്ടോ. സൂര്യന്റെ ഒത്തിരി പര്യായങ്ങളുണ്ട്. അപ്പം ഇതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ നമുക്ക് നോക്കാം. ഇഡലി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ തീർന്നു. അപ്പം ചേട്ടൻ അറിയാതെ ഒരെണ്ണം പൊതിച്ചോണ്ട് വരണം, അല്ലെ ഇന്ന് കൊലപാതകമായിരിക്കും. അപ്പം പൊതിച്ചോണ്ട് വരട്ടെ. അപ്പം നമ്മള് പമ്മി പോയി തേങ്ങയൊക്കെ പൊതിച്ചോണ്ട് വന്നു. ഇതാ നമുക്ക് അവനെ അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ തേങ്ങ പൊട്ടിച്ചു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജില്, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നമുക്ക് അങ്ങോട്ട് തിരുമ്മിയെടുക്കാം. ചമ്മന്തി ഇന്ന് ചമ്മന്തിയാണ്. അപ്പോഴത്തേക്ക് ഇഡലി സാർ എന്നെ വിളിക്കുന്നുണ്ട്, വെന്തോന്ന് നോക്കട്ടെ. അപ്പൊ നമ്മുടെ ഇഡലിയെ കുത്തി നോക്കിയതിന്റെ തുളയാണിത്. വെന്തു, അതൊക്കെ മാറ്റി വെക്കട്ടെ. അമ്മ ഇപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര ചൂടെന്ന്. ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോടി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും ഇന്നലെ വെളുപ്പിന് വരെ ലൈറ്റ് ഇട്ടാ കിടന്നേന്ന്. ലൈറ്റ് ഇട്ടാ കിടന്നേന്നാ പറഞ്ഞ. അത് ഞാൻ ആ ജോക്ക് കേൾക്കാം വേഗം വന്ന് വീഡിയോ പിടിച്ചാട്ടോ. നോക്കിക്കേ, എത്ര സുഖകരമായ ജീവിതം. രാവിലെ എഴുന്നേൽക്കുക, ചായ ഞാൻ ഉണ്ടാക്കി വെക്കുക, കുടിക്കുക, താ ഇരിക്കുന്നു. കണ്ടോ, ഇതുപോലെ ഭാഗ്യമുള്ള അമ്മമാരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ, പറയണം കേട്ടോ, കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും പറഞ്ഞു. ഫാൻ ഇടേണ്ടടുത്ത് ലൈറ്റ് ഇടും, ലൈറ്റ് ഇടേണ്ടടുത്ത് ഫാൻ ഇടും. അതാണ് ജീവിതം. കേട്ടല്ലോ എല്ലാരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തേങ്ങ അങ്ങ് തിരിഞ്ഞെടുത്തേക്കാം കേട്ടോ. ഭയങ്കര സ്പീഡാണ്.
കല്യാണ സദ്യ വെക്കുക. അപ്പൊ തിരുമ്മിയിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട തേങ്ങ തിരുമ്മി, ചുമന്നുള്ളി, പച്ചമുളക്, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം നന്നായിട്ട് കലക്കി, എല്ലാവർക്കും അറിയാമല്ലോ, കടുകും വറുത്ത് വറ്റലമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് അങ്ങോട്ട് വെക്കുന്നത് നമ്മുടെ ചമ്മന്തി. അപ്പം നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് അരച്ചെല്ലാം ഒന്നിച്ച് ആവശ്യത്തിന് വെള്ളവും എല്ലാം ചേർത്ത്, ഉപ്പിട്ടല്ല നമ്മൾ അരയ്ക്കുന്നത്, പക്ഷെ ഉപ്പ് പോരായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു. ഇപ്പൊ നല്ല ഉപ്പ്, ആവശ്യത്തിന് ഉപ്പുണ്ട്. കടുക് വറുക്കാൻ നമ്മുടെ വെളിച്ചെണ്ണ, കടുകിട്ട് മുളക് ഇട്ട് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട്, കടുകൊക്കെ പൊട്ടിയെന്ന് തോന്നല്ലേ, ആദ്യം ഇട്ടപ്പോഴേ പൊട്ടി. വെളിച്ചെണ്ണ നല്ല മൂത്ത് കിടക്കുവാണ്, ചൂട് പിടിച്ചല്ല, ചീനച്ചട്ടി ചൂട് പിടിച്ച് കിടക്കുവാണ്. അപ്പൊ പൊട്ടിയോ പൊട്ടി. നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടംമാതിരി വെള്ളമല്ല നമുക്ക് കിടക്കാം, ഒരു ഇഷ്ടംമാതിരി വെള്ളം ചേർക്കും. അങ്ങോട്ട് നന്നായിട്ട് അവനവിടെ കൊണ്ടോ കൊണ്ട് ചൂടാവട്ടെ, കൈയിട്ട്. അപ്പം നമ്മുടെ ചമ്മന്തി ഓക്കെ ആയി. നമുക്ക് ഇതിനകത്തോട്ടെടുത്ത് മറിച്ച് തിരിച്ചൊടിച്ച് വെക്കാം. കാരണം ഇതിന്റെ കാര്യം ഏകദേശം ഓക്കെ. ചേട്ടനോടെ ഭയങ്കര ക്ലീനിങ്ങാ, ഓരോ മുറി ക്ലീൻ ചെയ്യും കേട്ടോ. ഈ തൂപ്പ് തുടപ്പുകാരൊക്കെ ഉണ്ടല്ലോ, അന്നത്തേക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കും, തുടച്ചിട്ടങ്ങ് പോകും. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കി മാറ്റിയൊന്നും തുടക്കത്തില്ലല്ലോ. അപ്പം ഇപ്രാവശ്യം ചേട്ടനങ്ങ് നല്ല വൃത്തി തുടയ്ക്കാൻ ചേട്ടനെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് തുടയ്ക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, എടിയേ അത് നോക്കിക്കേ, ഇങ്ങനെ മതിയോ, ഇത് നോക്കിക്കേ. ഞാനപ്പോൾ പോഞ്ഞ് ഓടിച്ചില്ല, എന്താ നല്ലതായിട്ട് തുടയ്ക്കുന്നുണ്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടില്ലേ. അതുകൊണ്ട് ജയേന്ന് വിളിക്കുമ്പോ എന്തോ ചിലപ്പോ കടുക് വറുക്കാനൊക്കെ വച്ചേക്കുമായിരിക്കേ, എന്നാലും ഒന്നും പറയത്തില്ല. ക്ഷമ വേണ്ടേ, വേണം. ഊടും ഞാൻ ചെന്നില്ലെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഇത് നമുക്ക് കഴുകാവേ, എന്നിട്ട് കാണാം. അപ്പൊ നമ്മളൊരു പാത്രം മേടിച്ചാൽ കാണിച്ചായിരുന്നു നിങ്ങളെ, അത് കാണിച്ചായിരുന്നല്ലേ. നമ്മുടെ ഇഡലിയൊക്കെ എടുത്തു, എന്റെ ഇഡലിയൊക്കെ എടുത്തു നോക്കുന്ന വൃത്തികെട്ട പാത്രമായി പോയായിരുന്നേ. എന്നാലും ഞാനത് കളഞ്ഞില്ല, കഴുകിയൊക്കെ മേളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ പാത്രം അല്ലേ. ഇതിനാകെപ്പാടെ ഇത് ചൂടൊന്നും നിൽക്കുന്നൊന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഇഡലിയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി മേടിച്ചത് 150 രൂപ കേട്ടോ. അല്ലാണ്ട് വലിയ അങ്ങനത്തെ പാത്രമൊന്നും അല്ലേ. അപ്പൊ നമുക്ക് ഇഡലി എടുത്ത് വെക്കാവേ. ചൂടാറിയതൊന്ന് വെച്ചാൽ മതിയേ, ചൂടാ വെക്കണ്ട, കാരണം ഇത്ര ക്വാളിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതൊക്കെ അനുസരിച്ച് ചെയ്യണം എല്ലാവരും കേട്ടല്ലോ. ചില കുറഞ്ഞ പ്ലാസ്റ്റിക് ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ അങ്ങനെ വെക്കരുത്, ചൂടൊന്നും വെക്കരുത്. ചൂടാകാത്ത പാത്രം നമുക്ക് വേറെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഇഡലി അങ്ങ് എടുത്തു വെച്ചേക്കാം ആ സമയം കൊണ്ട്. അപ്പം ഞാനിപ്പോ ചേട്ടൻ വിളിക്കുന്നിടത്തും അല്ല, ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ചെന്നല്ല. ഒരാളെ നമ്മുടെ അമ്മ വലിയ തമാശ കിടക്കും. അതെ, ഒരു ബ്രഷ് അമ്മയുടെ അത്രയുള്ള ബ്രഷ് ഉണ്ടായിരുന്നെങ്കിലേ അമ്മ ആ ബാത്റൂമിനകത്ത് ക്ലോസറ്റിനകത്ത് ഞാൻ അത് മൊത്തം വൃത്തിയാക്കിയത്. എന്നും കുളിക്കുമ്പോൾ നമ്മൾ വൃത്തിയാക്കുമല്ലോ, ചുമ്മാ ടൈം പാസിന്. അത് ഞാനൊന്നേ ചെയ്യായിരുന്നു. ഞാൻ ഓടിക്കോളാൻ പറഞ്ഞു, ഓടിക്കോ, ഞാൻ അതൊന്നും അതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞു, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു, മേലൊക്കെ കഴുകിയിട്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്, ചുമ്മാ പറയുന്നതാ. അപ്പൊ കറിക്കൊന്നും അരിഞ്ഞേരത്തില്ല കേട്ടോ, ഞാൻ പറയുന്നുമില്ല, കേക്കണ്ട. അപ്പൊ ഇതൊക്കെ എടുക്കട്ടെ. ചേട്ടൻ എങ്ങനാ ക്ലീൻ ചെയ്യുന്നതെന്ന് ഇതാ കാണിച്ചു തരാവേ. ചേട്ടൻ അപ്പുറത്താണ് എല്ലാം മാറ്റിയിട്ടിട്ടു. ഇതാ നോക്ക്, സോഫ എല്ലാം നീക്കിയിട്ടേക്കുക, ഫുള്ളെ നീക്കിയിട്ടു. ഇതുപോലെ ഇന്നലെ ആയിരുന്നു ചേട്ടൻ ഞങ്ങളുടെ മുറി ഫുള്ളാക്കി ക്ലീനാക്കി.
എല്ലാം മൊത്തം പൊടി പടലങ്ങളെല്ലാം മാറ്റിയിട്ടാണ് ചെയ്തത്. കണ്ടോ അതുപോലെ മാറ്റിയിട്ട് ആരെങ്കിലും ചെയ്യുമോ? നിർത്തുന്നവർ ചെയ്യുമോ? നമ്മൾ ഓരോരുത്തരെ നിർത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യുമോ? ഇല്ല. ആർക്കും അത്രയ്ക്ക് ആത്മാർത്ഥതയൊന്നും വരത്തില്ല. അവനവൻ്റെ വീട്ടിലുള്ളവർക്കല്ലേ ആത്മാർത്ഥത വരത്തുള്ളൂ അല്ലേ? അപ്പൊ ചേട്ടൻ ക്ലീൻ ചെയ്യുന്ന കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിച്ചു ഷർട്ട് ഇടാതെ എന്താ നിന്നേന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഷർട്ട് ഇടാൻ നിൽക്കും. വീട്ടിൽ നിൽക്കുമ്പോൾ പോലും ചേട്ടൻ ഷർട്ട് ഇടത്തില്ല. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ചേട്ടനെ കാണിക്കാൻ കേട്ടോ. നമ്മൾ എന്തായാലും പണിയെടുക്കുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളെ പോലാണ് ആണുങ്ങൾ. അവര് ഷർട്ടൊന്നും വീട്ടിലൊന്നും ഇടത്തില്ല. അതിന് കമന്റ് വരും. അതുകൊണ്ട് ഞാൻ കാണിക്കാനിത്. പറമ്പിലൊക്കെ പണിയുന്നവരോട് നല്ല അടിപൊളി ജീൻസ് ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? ഞാൻ ചോദിച്ച കറക്റ്റ് അല്ലേ? പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ. നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ? അപ്പൊ ഞാൻ ബാക്കി കാര്യം ഭയങ്കര തിരക്കായിരുന്നേ. ഇന്നലത്തെ വൃത്തികെട്ട കറി കുമ്പളങ്ങയും ഇതുമെല്ലാം എനിക്ക് ഇഷ്ടമേ ഇല്ലേ. അത് ഇച്ചിരി മിച്ചം വന്ന് ഞാനതെ കളയാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട്. അപ്പൊ ചേട്ടൻ അപ്പുറത്ത് വന്നേ. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ഒന്നും അറിയത്തോട്ടി ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കോഴിയോട് ചോദിച്ചു, മാങ്ങാ കഷ്ണം നീ തിന്നുകൂടിയും ചോദിച്ചു. മാങ്ങാ കഷ്ണം എടുത്ത് ദൂരോട്ടെറിഞ്ഞു. ഇത് കളയാൻ പോയതാ, തിരിച്ചു കയറി പോന്നു. ഇതാ ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചു. കണ്ടാ ദേഷ്യം വരും. സത്യമല്ലേ? അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലായേ. ഇഡലിയായി, ചമ്മന്തിയായി. വേണമെങ്കിൽ നമുക്ക് ചേട്ടന് ചമ്മന്തി മാത്രം പോരാ, ഇച്ചിരി എരിവ് വേണം. പിഞ്ചിക്കറിയുടെ ഇരിപ്പുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതാ നമ്മുടെ ഇത് ചമ്മന്തിപ്പൊടി പൊടിച്ചത് ഇരിപ്പുണ്ട്. അതുകൂടെ അങ്ങോട്ട് ഇതാക്കി വെക്കാം. അവരുടെ പ്രീതിയല്ലേ, അവരുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇന്നത്തെ കറിയുടെ കാര്യം തകതെയ്യ. ഇന്നലെ ഞങ്ങൾ ചുങ്കത്ത് ഒരാളുടെ വീട്ടിൽ പോയായിരുന്നു. അവിടെ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എടി വല്ലതും മേടിക്കണോ? എല്ലാം ഇരിപ്പുണ്ട്. എന്നാ ഇരിപ്പുണ്ട്? വന്ന് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഒരു കുന്തവും ഇല്ല. അന്നേരം എനിക്ക് അവിടെ ഇറങ്ങാൻ കഴിയത്തില്ലായിരുന്നു. ഒന്ന് ഓർത്ത് പെണ്ണുങ്ങളുടെ മടി. അപ്പം ഞാൻ ഓർക്കും ഇന്ന് എന്നാ വെക്കുന്നത്. അപ്പം സാമ്പാറിന്റെ പരിപ്പുണ്ടെന്നാണ് വിചാരിച്ചത്. സാമ്പാർ ഇടണം നീട്ടി അങ്ങോട്ട് എറിയാന്ന് ഓർത്തു. അപ്പം നോക്കിയപ്പം പരിപ്പെല്ലാം തീർന്നു. സാധനം എടുത്തില്ലല്ലോ. സാധനം എടുക്കാറായില്ലേ? സാധനം എടുത്തില്ല. അപ്പം ഇനി എടുക്കണം. 6-ാം തീയതി ആകുമ്പോഴേ ഞാൻ എടുക്കത്തുള്ളൂ. എന്തൊക്കെ തീർന്നാലും 6-ാം തീയതി ആകുമ്പോഴേ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചേ യൂട്യൂബിലൊക്കെ ഇല്ലേ സാമ്പാർ കഷ്ണം, അല്ല പരിപ്പില്ലാത്ത സാമ്പാർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും പരിപ്പില്ലാത്ത സാമ്പാർ എങ്ങനെ വെക്കാന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്യുവാന്ന് പോയി. അതേപോലും പരിപ്പില്ല. പിന്നെ നമ്മുടെ എന്നെപ്പോലത്തെ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്. ഇത് കണ്ടാ മൂത്ത ചേച്ചി പറയും അവളെപ്പോലത്തെയാണ്. അപ്പൊ ഇത്രയുള്ള ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്. അതിനെ നമുക്കെടുത്ത് മെഴുക്കുവരട്ടിയും വെക്കാം. കോഴിയോട് ചെന്ന് പറയാം ഒരു മുട്ടയെങ്കിലും ഇവിടെ. രണ്ടുപേരും ഇടേണ്ട ദിവസം അവരോട് ചെന്ന് ആഞ്ഞു പറയാം 2 മുട്ട ഇടണേന്ന്. അങ്ങനാണെങ്കിൽ ചേട്ടന് പൊരിച്ചു കൊടുക്കാം. മതി, അത് മതി. ഇന്ന് വൈകിട്ട് നമ്മുടെ രാജ്ഞിയം കൊണ്ട് ENT ഡോക്ടറെ കാണാൻ പോണം. ഞാനേ ഒരു ഡോക്ടറായിപ്പോ ഓരോ ഡോക്ടറെയും കണ്ട് കണ്ട് ഞാൻ എല്ലാം പഠിച്ചു. അപ്പം അത് ഉച്ച കഴിഞ്ഞാണ്, അതുകൊണ്ട് ധൃതി വെക്കണ്ട. അപ്പം നമുക്ക് ഇത് മെഴുക്കുവരട്ടി പരിപ്പില്ലാത്ത സാമ്പാറും വെക്കാം. പരിപ്പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും. ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. സത്യമല്ലേ? കാരണം നമ്മളോട് ചോദിച്ചതാ. അപ്പം തെറ്റല്ലേ, എൻ്റെ കയ്യിലല്ലേ തെറ്റ്. അപ്പൊ ഇല്ലെന്ന് പറയണ്ട. നമുക്ക് അങ്ങനെ ഒരു സാമ്പാർ വെക്കാൻ പോവാന്ന് നമുക്കങ്ങ് പറയാം അല്ലേ? കോഴിയുടെ അടുത്തേന്ന് മുട്ടയുണ്ടോ നോക്കട്ടെ. അല്ല കോഴി, നീ ഇന്ന് 2 മുട്ട ഇട്ടിട്ടില്ല. അവര് വലിയ വെയിലൊക്കെ കൊള്ളുക. ഓ എന്തോരിതിലാ വെയിലൊക്കെ കൊണ്ട് കിടക്കുന്നേ നോക്കിക്ക്. എൻ്റെ സുന്ദരി സുന്ദരി സുന്ദരി, ഒരു മുട്ട തരണേ. ഇന്നെനിക്ക് പൊരിച്ചു കൂട്ടാനാണ്. നോ നോ നോ, എനിക്ക് വേണ്ട, എൻ്റെ ചേട്ടന് പൊരിച്ചു കൂട്ടാനാ കേട്ടോ. സുന്ദരിയേ, നീ ഒരു മുട്ട ഇടണേ. അവൾ തയ്യാറായിട്ട് നിൽക്കുന്ന രംഗമാണെന്ന് തോന്നുന്നു കേട്ടോ. അവൾ ഇടുമെന്ന് തോന്നുന്നു. അവൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇടും അവൾ. കേട്ടല്ലോ? അപ്പം ഇടണേ. സുന്ദരി സുന്ദരി, ഒന്ന് മുട്ട ഇറങ്ങി വാ. ഇന്നെനിക്ക് കറിയൊന്നുമില്ല. നാളെ വേണ്ട, മറ്റന്നാളും വേണ്ട, ഇന്ന് മാത്രം മതിയടി സുന്ദരി. അവളിത് കണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ? അവൾ വെള്ളം കുടിക്കുകയാണ്. ഇവർ 2 പേരുമാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങൾ കഴിഞ്ഞ് വന്ന് നോക്കാം. അപ്പം നമ്മുടെ മാവ് ഇത്രയും മിച്ചമുണ്ട് കേട്ടോ. രക്ഷപ്പെട്ടു. എൻ്റെ ദോശമാവേ, എൻ്റെ ഇഡലി മാവേ, നിങ്ങളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് കട്ടപ്പുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജില്ലെങ്കിലും നമ്മുടെ ജീവിതം പോക്കായിരുന്നു. എൻ്റെ ദൈവമേ. അപ്പം അവനെ അങ്ങ് തട്ടി വെച്ചു. ഇനി നമ്മുടെ തേങ്ങ തിരുമ്മിയ ചിരട്ടയുണ്ടല്ലോ, നമ്മളെവിടാ വെക്കുന്നതെന്നോ?
നമ്മളിത് ഇവിടെ കെട്ടി വെച്ചേക്കുവാണേ. ഇത് നിറയാറായി. ഇനി ഒരു ദിവസം എടുത്ത് കുറേ എടുത്തു കഴിഞ്ഞാൽ 2 കറികളൊക്കെ വെക്കും കേട്ടോ. അങ്ങനെ വെക്കും. ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. എല്ലാം നല്ല ഇതായിട്ട് അടുക്കി വെച്ചേക്കുക. കണ്ടോ, ഇതും ചിരട്ടയാണ്. അപ്പം ഇതെല്ലാം കൂടെ എനിക്കൊരു ഇത് തോന്നുമ്പം അടുപ്പെല്ലാം കൂട്ടി വെച്ചൊരു കത്തിയിലുണ്ട് കേട്ടല്ലോ. കറിവേപ്പൊക്കെ ഏകദേശം ഒരുവിധമൊക്കെ നന്നായി വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറി വരുമ്പോഴേ പുഴു വരും. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഇതൊരു കരിവേപ്പ്, ഇതൊരു വിധം നന്നായി വരുന്നുണ്ട്. കൂടുതൽ നോക്കാൻ പോകുമ്പോഴാണ് കുഴപ്പമാകുന്നത്. ഇതും പൊട്ടിയൊക്കെ കിളുത്ത് നന്നായി വരുന്നുണ്ട്. അവിടെ ക്ലീനിങ് ഒക്കെ തീർന്നു. ഇപ്പം മിക്കവാറും വിളിച്ച് കാണിക്കും. ഇപ്പം വിളിക്കും കണ്ടോണം. അപ്പോൾ ദാ നമ്മുടെ ക്ലീനിങ് ഫുൾ കഴിഞ്ഞിരിക്കുന്നു. ചേട്ടൻ ദാ ക്ലീനിങ് എല്ലാം ചെയ്തു ഫുള്ളാക്കി. ചേട്ടൻ നോക്കിക്കേ, ഫുൾ വൃത്തിയായി. നേരത്തെ ഞാൻ കാണിച്ചല്ലോ, സോഫയൊക്കെ ഇങ്ങോട്ട് നീങ്ങിയിട്ടേക്ക് വന്ന് ഇപ്പം എല്ലാം ക്ലീനാക്കി കേട്ടോ. നമുക്കൊരു കപ്പളങ്ങ എടുക്കാൻ പോകാം കേട്ടോ, നമ്മുടെ സാമ്പാറിനകത്തിടാനേ. അപ്പം നമുക്ക് ഇതുണ്ട്, ഇവിടെയൊക്കെ ക്ലീനാക്കി ചേട്ടൻ. അപ്പോൾ ഇനി നമുക്കിവിടെയൊക്കെ കൃഷി, ശ്രീദേവി ചേച്ചി എപ്പോഴും ചോദിക്കും, കൃഷിയില്ലേ ചേച്ചി, ഞാൻ ഇടയ്ക്കിടാം, കൃഷി ഇടാം കേട്ടോ, കൃഷിയൊക്കെ ഇടാൻ ചേച്ചി വിഷമിക്കണ്ട. ഈ വലുത് വേണ്ട നമുക്കല്ലേ, നമുക്ക് ഈ കുഞ്ഞിക്കാൻ മതി. കാരണം കുഞ്ഞിക്കാൻ മതി. അയ്യോ എൻ്റെ മോൻ്റെ കയ്യും പോന്നു. മൊബൈലും പിടിച്ചു വന്ന് പാടാ പിള്ളേരെ ഞാൻ പെടുന്നത്. ഒമ്പടാ ഒരാളും വീരങ്ങ, അവരപ്പം നമ്മളെക്കാൾ വലിയ ആളാവുക അല്ലേ കപ്പളം. ഇല്ല, രക്ഷയില്ല കേട്ടോ. മൊബൈൽ പിടിച്ച് കപ്പളങ്ങ ഇടാവോ നോക്കുമായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ ജയ പറ്റിക്കും. വീണു അമ്പോ വീണു. കപ്പളങ്ങ എടുക്കാൻ വന്നപ്പോഴാണേ നമ്മുടെ മത്തങ്ങ കപ്പളങ്ങ ഉണ്ടോ അച്ചോടാ, ഞാൻ എന്തിന് ഇത്രയും കഷ്ടപ്പെട്ടു, ഇതിൽ നിന്ന് എടുത്താൽ പോരായിരുന്നോ അല്ലേ. ആ മത്തങ്ങ ഇപ്പം വലുതായി കേട്ടോ. അയ്യോ ഇത് വലുതായി വരുന്നുണ്ടല്ലോ. ഇതുണ്ട്, ഇത് എൻ്റെ പൊക്കം അനുസരിച്ചാണ് കണ്ടോ. എൻ്റെ പൊക്കം അനുസരിച്ചുള്ള കപ്പളാണിത്. നമ്മുടെ റംബൂട്ടാൻ അങ്ങനെ നോക്കിയൊക്കെ തൈ വെച്ചപ്പോൾ കാണിച്ചല്ലോ, ഇത്രയായി. പുതിയ ഇലകളൊക്കെ വന്ന് റംബൂട്ടാൻ കണ്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനിയുണ്ട്, ഇതൊക്കെ കാണിക്കാൻ പറ്റും. ഇതൊരു റംബൂട്ടാൻ, ഇത് അങ്ങേറ്റം നിൽക്കുന്നുണ്ട് ഒരു റംബൂട്ടാൻ. ഇങ്ങനെ 3 റംബൂട്ടാനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ക്ലോസറ്റാണ്, നമ്മുടെ പക്കൂറിൻ്റെ ഇക്കുറിൻ്റെ ഒക്കെ. എന്നാടി നിങ്ങൾ നോക്കി നിൽക്കുന്നേ ചേട്ടൻ നോക്കിയൊക്കെ. അവിടെ ക്ലീൻ ആക്കിയപ്പോൾ നമ്മുടെ ഇമോജി എല്ലാം നല്ല വൃത്തിയാക്കി കണ്ടോ. അവരൊക്കെ ചിരിച്ചോണ്ടും കരഞ്ഞോണ്ടും ഒക്കെ ഇരിക്കുക. കൊള്ളാം ചേട്ടാ. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് മത്തങ്ങയുണ്ട്, വെണ്ടയ്ക്കുണ്ട്, കപ്പളങ്ങയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സബോളയുണ്ട്, പച്ചമുളക്, ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഈ കഷ്ണത്തിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മുളക് പൊടി, നമ്മൾ സാമ്പാർ വെക്കുന്ന രീതി, സാമ്പാറല്ലേ നമ്മുടെ സാമ്പാറല്ലേ അല്ലേ. പിന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. പണ്ടുള്ളവർ പറയും കഷ്ണം വേവാതെ ഉപ്പിടരുതെന്ന്. ചുമ്മാതാ നീ, ഇതൊക്കെ വെറുതെ. കഷ്ണമൊക്കെ വെന്തില്ലേലും കഷ്ണം വേഗം താമസിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ചുമ്മാതാ, ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പം നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ. അതവിടെ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ചുരണ്ട അല്ലേ. നമുക്ക് മെഴുക്കുരട്ടിക്കും. ചുരണ്ടി വറ്റല മുളകും ചുമന്നുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്. അതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ. അല്ലാണ്ട് മുളക് പൊടിയൊന്നും ഇട്ടാൽ അത്ര ടേസ്റ്റ്. പിന്നെ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് മെഴുക്കുരട്ടിയാക്കാം. പക്ഷെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമന്നുള്ളി തന്നെ വേണം. ചുമന്നുള്ളിയും വറ്റല മുളകും കൂടെ നന്നായിട്ട് ചതക്കുക. അത്തിരി അരഞ്ഞു പോലെ ചതയ്ക്കുകയോ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതിനെയും കൂടെ ആക്കിയിട്ട് നമ്മുടെ കോഴിമുട്ട ഇട്ടോ നോക്കണം. ഇട്ടില്ലെങ്കിൽ പോയി, ഇട്ടില്ലെങ്കിൽ ഇടേണ്ടി വരും ചേട്ടന്. കാരണം മുട്ട ഒന്നുമില്ല, ഇടും. ഇന്ന് ഇടേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് മനസ്സിൽ കരുതിയാലും അതുപോലൊക്കെ സാധിച്ചു തരും. പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ കോഴിയോട്, ഇടണേ കോഴി മുട്ടയിട്ടിട്ടുണ്ടെ നമുക്ക് അടിപൊളി ഒരു പാട്ടങ്ങ് പാടാം അല്ലേ. മുട്ട ഇട്ടില്ലെങ്കിൽ പാടത്തില്ല. ഇത് അരിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി ഉണ്ടേ. പിന്നെ നമുക്ക് ഒരു സബോളയും കൂടി ഇതിനൊപ്പം ഇടണം. എന്നിട്ട് വേണം മെഴുക്കുരട്ടിക്ക് അരിയാൻ.
അപ്പൊ നമ്മുടെ ചീനച്ചട്ടി കഴുകി മാറ്റിയൊക്കെ വെച്ചിരുന്ന കടുകൊക്കെ വറുത്തപ്പോഴത്തേക്ക് കടുക് വറുത്തോ ഇല്ല ആ കടുക് വറുത്തു ചമ്മന്തിക്ക് കടുക് വറുത്ത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചു. ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് സബോളയും കൂടെ നല്ല വൃത്തിയിൽ അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് വെച്ചു. ഇച്ചിരി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താല് അവർക്ക് സന്തോഷമാവും അല്ലേ. ഉപ്പ് കൂടുതലാണെങ്കിൽ എനിക്ക് സങ്കടമാവും, കാരണം ചേട്ടന്റെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടും. അതുകൊണ്ട് ഇച്ചിരി ഉപ്പിനെ അങ്ങ് തട്ടി എടുത്തേക്കാം. കാരണം ഇച്ചിരി ഉപ്പ് ഇട്ടപ്പോ കൂടിപ്പോയോന്ന് സംശയം. ഇതിനെ കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് അവനെ അങ്ങോട്ട് അടച്ചിട്ടേക്കാവേ. ആ ചതച്ചതും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം. ഞാനിതൊക്കെ നേരത്തെ തട്ടി വെക്കുന്നു. ഉമ്മ പണിയില്ല, ഇതൊക്കെ വെറുതെ പറയുന്ന. വെന്തതിന് ശേഷം ഇടാവുള്ളൂ. ഇതൊക്കെ ഓരോ ആചാരങ്ങളാണ് ഓരോരുത്തരും കാണിച്ചു വെക്കുന്നത്. എന്തിനങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നത്? നമ്മളിത് എങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, ഒരു കുഴപ്പം സംഭവിക്കുന്നത്. അയ്യോ എന്നാടി കുക്കറെ നിനക്ക് ഒച്ചയൊക്കെ. അപ്പം ഇതിനെയും കൂടെ അങ്ങോട്ട് അടച്ചിരുന്നു. അത് അവിടെ ഇരുന്ന് പതുക്കെ അങ്ങോട്ട് വേകുന്ന സമയം ചേട്ടൻ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വരുമ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അമ്മ കഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. പേപ്പർ വായന അതേ ഉള്ളൊരു ജോലി. ഇപ്പം നല്ല കാര്യമല്ലേ അല്ലേ? അങ്ങനെ വേണം. അല്ലാണ്ട് ചുമ്മാ കിടന്ന് ബഹളവും വെച്ച് ഉള്ള ജോലി എനിക്ക് ചെയ്യാനുള്ളതിന്റെ വീട്ടിൽ. പിന്നെ കാലിന്റെ പ്രശ്നം വന്നേ പിന്നെ അരിച്ചിട്ട് നിന്നു. തന്നെ തോന്നി അരിയാൻ വരാം അല്ലേ. അല്ലാതെ നമ്മൾ പിടിച്ച് അരിയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് വല്ല ഈശ്വര കീർത്തനങ്ങളും ഒക്കെ ചൊല്ലി വാതുക്കൊക്കെ ഇരിക്കുമ്പോ ആ വീടിനൊരു ഐശ്വര്യം തന്നെ അല്ലേ. ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ പാടി. കീർത്തനം മഹാഭാരതമോ രാമായണോ എന്തോ വായിച്ചിട്ട് എന്നോട് ഒന്ന് തീർന്നു. ഞാൻ പറഞ്ഞു ഒരിക്കലും തീരത്തില്ല, തീർന്ന വീണ്ടും എടുത്ത് വായിക്കുക അല്ലേ. അപ്പൊ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കണം. അപ്പൊ ഞാൻ കോഴി മുട്ട ഇട്ടോ നോക്കട്ടെ. ആ മുട്ട ഇട്ടിട്ടുണ്ട്. അയ്യോ രക്ഷപ്പെട്ടു ദൈവമേ, 2 പേരും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ കാര്യം ഓക്കെ ആയി. സുന്ദരിക്കുട്ടിയും ഇടുക്കിയാന്ന് കേട്ടോ. അപ്പം അമ്മ മുട്ട ഇതിടുന്ന കേട്ടോ. ബ്ലീച്ചിങ് പൗഡർ, ഞങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത്. നമ്മുടെ മുട്ട എടുക്കട്ടെ. മുട്ട വെക്കുന്ന സ്ഥലം ഇതാ കേട്ടോ. ഇതാ നോക്കിക്കൊന്നുമില്ലായിരുന്നു ഇതിനകത്ത്. പാവം മുട്ട. നമ്മുടെ മുട്ട കിട്ടിയുണ്ട്. ഊട്ടിപ്പട്ടണം പൂട്ടിക്കെട്ടണ സ്വന്തമാട എന്ത കെട്ടട സിംഗ കെട്ടട ചുമ്മാ ഇരിയട ഈസി നമ്മ റാക്സിന്റെ കുതിര പകീര് ബീസി മുതൽ ഏസി എന്ന റിലാക്സാ പെരുവിഞ്ചാപ്പാ നിറ എന്ത പട്ടണ സ്വന്തമാക്കി കണ്ടോട ഊട്ടിപ്പട്ടണം പൂട്ടിക്കെട്ടട സ്വന്തമാട. മതി, നിർത്തി. ചായക്ക് വെള്ളം വെക്കണം. വെക്കട്ടെ, എടുത്തോണ്ട് വരട്ടെ. അപ്പോഴേ ചായക്ക് വെള്ളം വെച്ചു. ഫ്രിഡ്ജിൽ നോക്കിയപ്പോ മൂലക്ക് കയറി ഇച്ചിരി കടലക്കറിയുടെ ഇരിപ്പുണ്ടായിരുന്നെ. അവനെ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വെച്ച് നമ്മുടെ ഇഡലി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിപ്പോ സുഖമൊന്നും വേറെ ഇല്ലല്ലേ. ഒരു ശകലം തിളച്ച വെള്ളം നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. ഇത്തിരി മതി. ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഒരു ഇത്തിരി. ഈ വിദ്യ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ജയാസ് വെറൈറ്റി ബ്ലൗസ് തപ്പണേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വിദ്യകളൊക്കെ കിട്ടും കേട്ടല്ലോ. അന്നേരം നമ്മുടെ സ്പൂൺ എടുത്തോട്ടെ. ഈ വിദ്യ കാണിക്കുന്നതൊക്കെ കാണാതെയും പറക്കാതെയും വേണം. അല്ലെങ്കിൽ ചേട്ടന്മാര് വന്ന് എന്റെ തലക്കിട്ടടിക്കും കേട്ടോ. നിന്റെ ജയാസ് വെറൈറ്റി വ്ലോഗ് എന്ന് കാണാൻ തുടങ്ങിയോ അന്നു മുതൽ എന്റെ കുടുംബം കുളം തോണ്ടിയെന്ന് ചില ചേട്ടന്മാര് പറയും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കാണാതെയും വേണ്ട ചെയ്യാൻ. എന്റെ വീഡിയോ പിന്നെ ചേട്ടൻ അങ്ങനെ കാണത്തില്ല. ഞാൻ ഓണാക്കി. പണ്ട് ആദ്യമൊക്കെ നല്ല സ്പീഡിലെല്ലാം കാണുമായിരുന്നിരുന്നേ. ഇപ്പൊ ഉഴപ്പാ. എനിക്ക് സന്തോഷമായി. ഇങ്ങനെയുള്ള കുശില് പണികളൊന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നെ ചേട്ടന്റെ വീഡിയോ ഫോൺ എടുത്ത് എന്റെ വീഡിയോ ഓണാക്കും. എല്ലാവരുടെ എനിക്ക് അറിയാവുന്ന എല്ലാവരുടെ ഓരോ പ്രാവശ്യമായിട്ട് ഓണാക്കി വെക്കും. ചേട്ടൻ യൂസ് ചെയ്യാത്ത സമയത്ത് ഉച്ചയ്ക്ക് ചേട്ടൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ അതെല്ലാം ഓണാക്കി വെക്കും. അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഇതങ്ങനെ ഓക്കെ ആയി. കൂടിട്ടോളെ. ഒരു ദിവസം ഞാൻ ഇതിന്റെ പേപ്പർ എടുത്ത് കളയാറുണ്ടല്ലോ, അങ്ങ് ഇട്ടു. പറയുന്ന ഒരു അശരീരി ദുഷ്ടനായ ജയ, എന്റെ പരാക്രമം എന്നോടല്ല തീർക്കേണ്ടത്, ഈ പേപ്പറിനോടല്ല തീർക്കേണ്ടത്, നിന്റെ അന്തകൻ ഞാനല്ല സൂക്ഷിക്കാന്നൊരു പിടി. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ ഞാൻ അതിന്റെ പേപ്പർ കളഞ്ഞില്ലല്ലോ എന്ന്. പിന്നെ അടുത്ത പേപ്പറൊക്കെ കളഞ്ഞു കേട്ടോ. ഇത് നമ്മളന്നേ മലേഷ്യ പോയപ്പോ മേടിച്ച ഇതാട്ടോ.
തേയില അപ്പൊ അത് ഓക്കെ ആയി. ഇനി പ്ലേറ്റ് ഒക്കെ നിരത്തി വെക്കുക. ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടയുടെ സംവിധാനങ്ങൾക്കുള്ള അരിഞ്ഞൊക്കെ വെച്ചാൽ മതി. അപ്പൊ ഒരു പാട്ട് എന്നിട്ട് പാടാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ കേട്ടോ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ കഷ്ണങ്ങളൊക്കെ അറിയോ നോക്കാം. എല്ലാം കറക്റ്റ് പാകത്തിൽ വെന്തിരിക്കട്ടോ. എല്ലാം പാകത്തിന് വെന്തിരിക്കുവാണ്. ഇനി നമുക്ക് എവിടെ വരെ ആയെന്ന് നോക്കാൻ വന്ന ഇന്ന് സാമ്പാറാ. ആ ഇന്ന് സാമ്പാറും മെഴുക്കുവരട്ടി കോഴിമുട്ടയിട്ട് അതിട്ട് പൊരിക്കാം. അപ്പൊ ഇന്നത്തെ കാര്യം അങ്ങനെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടിയെടുത്ത കാര്യങ്ങളാ. എല്ലാം കഴിച്ചു മടുത്തു. ബിരിയാണി മടുത്തു, എല്ലാം മടുത്തു. എന്നാ ചെയ്യാനാന്ന് പറയല്ലേ. അങ്ങനൊക്കെയാണ്. ഇന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പിയെല്ലാം കുടിച്ചിട്ട് നിൽക്കുവാ ചേട്ടൻ. ഭയങ്കര ചൂട്, എല്ലായിടത്തും ചൂട് തുടങ്ങിയില്ലേ. ഇടയ്ക്കൊരു മഴയും പെയ്യും. അപ്പം ചേട്ടൻ സിമ്പിളാട്ടോ. അപ്പൊ നമുക്കിത് ചേർത്തങ്ങ് കൊടുത്തേക്കാം കേട്ടോ. സാമ്പാറിന് സാമ്പാർ കൂടി കലക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാം. ഇച്ചിരിയുടെ ഉപ്പ് ഇച്ചിരി വേണം. ശകല സാമ്പാർ പൊടി കൂടെ ചേർക്കാവേ. പരിപ്പില്ലാത്തതുകൊണ്ട് സാമ്പാർ പൊടി മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ശകലം കൂടെ കലക്കി കൊടുക്കാം. പുളിയും ചേർക്കാം ആവശ്യത്തിന്. ചേർത്തിട്ടൊക്കെ നമുക്ക് കാണാം, അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോകും. അപ്പോഴേ നമ്മളിതാ ചേർത്തെല്ലാം തിളപ്പിക്കാൻ വെച്ചു. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചപ്പോ എന്റെ വയറ്റിന്നൊരു ഉത്സവം വന്നു. കാരണം നമ്മൾ തട്ടിക്കൂട്ടിയെല്ലാം ഓരോന്നുണ്ടാക്കുമെന്ന് വേറായാലും അടുക്കളയിലൊക്കെ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാത്തിനും ഇതിനകത്ത് കയറി അതും കൂടെ അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ ലുട്ടുപണികൾ ഒന്നും നടക്കത്തില്ല അല്ലെ. ലുട്ടുലുടുക്കുകളൊന്നും നടക്കത്തില്ല. അപ്പം ഇത് നമുക്ക് തിളപ്പിക്കാം. തിളപ്പിച്ചു കഴിഞ്ഞ് കടുവും കൂടെ വറുത്താം. ഓക്കെ ആയി. പിന്നെ നമ്മുടെ മുട്ട അരിയാം. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അരിയാൻ പോകാം. അപ്പോഴേ നമ്മളെ സാമ്പാർ സൂപ്പർ കേട്ടല്ലോ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളി പരിപ്പില്ല സാമ്പാർ സൂപ്പർ. അത് തന്നെ ഇത്. नो प्रॉब्लम, नो प्रॉब्लम. मुझे मेरा सांबार तुमको बहुत पसंद है. सूपर सूपर पसंद है. അടിപൊളി. ഓക്കെ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു കുഴപ്പമില്ല. ഗ്യാസ് ഉണ്ടാവത്തില്ലല്ലോ എന്താണേലും അല്ലേ. ഗ്യാസ് ഉള്ളവർക്ക് ഗ്യാസ് ഉണ്ടാവത്തില്ല. ഇത് ഉരുളക്കിഴങ്ങും റെഡിയായി. അപ്പം എന്റെ സാമ്പാർ, മേരാ സാമ്പാർ, എന്റെ സാമ്പാർ തുങ്കോ നിങ്ങൾക്ക് ബഹുത്ത് പസന്ത് ഹേ, വളരെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം എല്ലാരും ചെയ്തു നോക്കണേ. അപ്പൊ
അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. മുട്ടയ്ക്കുള്ളതെല്ലാം അരിഞ്ഞും വെച്ചു, എല്ലാ പണിയും കഴിഞ്ഞു. ഇനി അതിനെ ഒന്ന് ചോറുണ്ണാറാകുമ്പോൾ ഒന്ന് പൊരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കും. 3:45 ENTയുടെ ഡോക്ടറെ സ്പെഷ്യൽ കാണാൻ പോകണം. പോയി വന്നിട്ട് വേറെ പ്രത്യേക വിശേഷമൊന്നുമില്ല. വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. രാത്രിയിൽ ദോശയാണ്, ചമ്മന്തി ബാക്കി വന്നത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഹായ് ഒക്കെ പറയണം എന്നുള്ള. ഫസ്റ്റ് വൺ, ഷീല MS ഒരു ഹായ് കൊടുക്കണം. ഷീല MS ഫാമിലിക്ക് മൊത്തമായിട്ടൊരു ഹായ്. എൻ്റെ ചക്കര ഉമ്മ ഷീല MS ഞാൻ തന്നിരിക്കുന്നു. വായിക്കുന്നത് ഇൻഷലാണോ എന്നൊന്നും അറിയത്തില്ല, അങ്ങനെ ഞാൻ വായിക്കും കേട്ടോ. ചക്കരമുത്തേ. അടുത്തത് ഷീജ VM ഒരു ഹായ് പറയണം. ഷീജ VM ഹായ്. ചക്കരമ്മ. ഷീലാമസിനും ഹായ്, ചക്കരമ്മ കേട്ടോ. പിന്നെ പുഷ്പ അജിത്ത്, പാവം പുഷ്പ എൻ്റെ ചക്കരമുത്ത കുവൈറ്റിലാണ്. എന്നിട്ട് എന്നോട് പറയാണ് ഞങ്ങൾ കുവൈറ്റിലൊക്കെയാണ്, ആയതുകൊണ്ടാണോ എന്നുള്ളത് മീനിങ് ആയിരിക്കും അല്ലേ. എൻ്റെ ദൈവമേ, ഞാൻ ഓരോരുത്തരുടെയും എവിടൊക്കെ താമസിക്കുന്നത് നമുക്ക് ഒത്തിരി കമൻസ് വരുമ്പോൾ മറന്നു പോകും. പക്ഷെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്കറിയാം എത്ര നാളായിട്ട് എൻ്റെ സബ്സ്ക്രൈബർ പുഷ്പ. ശരിക്കും പറഞ്ഞ കുവൈറ്റിൽ എല്ലാവർക്കും പുഷ്പയ്ക്ക് സ്പെഷ്യൽ ഒരു ഹായ്. ചക്കരമ്മ കൂട്ടുകാർക്കെല്ലാം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ ഹായ് പറയണം. കുവൈറ്റിലെ അറിയാവുന്നവർക്കൊക്കെ എൻ്റെ ഹായ് പറഞ്ഞേക്കണം കേട്ടോ. ചക്കരമ്മ എല്ലാവർക്കും കൊടുത്തേക്കണേ, ആരോടും മിണ്ടണ്ട കേട്ടോ, പറഞ്ഞേക്ക്. അടുത്തത് കലാകുമാരി. കലാകുമാരിക്ക് ഹായ്. ചക്കരമ്മ കലാകുമാരി ഹായ്. അടുത്തത് ശ്രീദേവിയെ എന്നാണോ, ദൈവമേ ശ്രീദേവിയെ പറഞ്ഞേക്കുവാണ്. ജയേ പ്ലീസ് ചേച്ചി പ്ലീസ് എനിക്കൊരു ഹൈ. പ്ലീസ് ഒന്നും പറയണ്ട കേട്ടോ, നമ്മൾക്ക് തമ്മിൽ എന്തിനാ ഒരു ഇതൊക്കെ, ഒരു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളെല്ലാം ഒരേ കുടുംബത്തിലുള്ളവരാണ്. ഹായ് ചക്കരമ്മ മുത്ത് കേട്ടോ. ശ്രീദേവി സ്പെഷ്യൽ. അടുത്ത മുബി പറയാണ്, ഇന്നലെ വെയിറ്റ് കുറയ്ക്കാനുള്ളതെല്ലാം പറഞ്ഞപ്പോൾ മുബിക്ക് എന്താ അറിയണ്ടെന്ന് അറിയാം, വെയിറ്റ് കൂടാനുള്ളത് പറയാം. എൻ്റെ മുബീനെ കുട്ടി ചക്കര മുത്തേ കുറേ ചോറൊക്കെ അങ്ങ് കണ്ണു അടച്ചിരുന്ന് കുറേ ചോറങ്ങ് ഇരുന്ന് കഴിക്കുക ഉച്ചയ്ക്ക് കേട്ടല്ലോ. സമയത്തൊന്നും വേണ്ട, കുറേ അങ്ങോട്ട് ഉണ്ട് കൊടുക്കുക. നമ്മുടെ അടുത്ത കളി കുറേ അങ്ങ് ഉണ്ട് കൊടുക്കുക മുബീനെക്കുട്ടി. അപ്പം മുബീനെക്കുട്ടി നല്ല തുടു ചക്കര തുക്കുടുമായിട്ട് വരും. ഇച്ചിരി തുടുപ്പൊക്കെ വേണം കേട്ടോ, തീരെ മെലിഞ്ഞ ആരും ഇരിക്കരുത്. ഇച്ചിരി തുടുപ്പൊക്കെ വേണം. മുബീന പോയി ചോറുണ്ടോ, നല്ലതായിട്ട് വെയിറ്റ് വെക്കും കേട്ടല്ലോ ചക്കരമ്മ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നൊന്നും കഴിച്ച് വെയിറ്റ് കൂട്ടല്ലോ കേട്ടോ, ആഹാരത്തിലൂടെ തന്നെ വെയിറ്റ് കൂട്ടാവുള്ളൂ എന്ന് ജയ ടീച്ചർ പറയുന്നത്. സുനിത PP സുഖമാണോ ചേച്ചി? എൻ്റെ പൊന്ന് മുത്തേ ഇതുവരെ സുഖമാണ് കേട്ടോ. അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഭാവികാരം ആർക്കും പറയാൻ പറ്റില്ല. ഇതുവരെ എനിക്ക് അന്വേഷിച്ചല്ലോ സുഖാണോ ചേച്ചിന്ന്, വളരെ ഉപകാരം. അതുകൊണ്ട് ഒരു ഹായ്, ഒരു ചക്കരയമ്മ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.